ഇന്ത്യ 2014 ശേഷം വളരെ വലിയ സാമ്പത്തിക ശക്തിയായി വളരുന്നു. അതിന്റെ തെളിവാണ് ലോക രാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത്. ഇപ്പോൾ ചൈന അടക്കം പറയുകയാണ് ഞങ്ങളുടെ ചങ്കാണ് ഇന്ത്യ. പാകിസ്ഥാനോട് പോയി പണി നോക്കാൻ പറയുന്നു. പാകിസ്ഥാൻ ഒരു സമയത്ത് ഇന്ത്യക്കൊപ്പം കിടപിടിക്കുന്ന ഒരു രാജ്യമായിരുന്നു. ഇന്ന് ഇന്ത്യയുടെ കാൽ ചുവട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യ ഞെരിഞ്ഞമർത്തുമ്പോൾ പിടയുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു പാകിസ്ഥാൻ. എന്താണ് പാകിസ്ഥാനെ ഇതിലേക്ക് എത്തിച്ചത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അഖണ്ഡ ഭാരതത്തിന് സ്വാതന്ത്ര്യം നൽകാനായിട്ട് ബ്രിട്ടീഷുകാർ തയ്യാറല്ലായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇന്ത്യ നമുക്കുണ്ടായിരുന്നു. ആ ഇന്ത്യയുടെ ഭാഗമായിരുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശും ഇപ്പം വളരെ വിമത രാഷ്ട്ര സ്വഭാവം പുലർത്തുന്നതായിട്ട് ബലൂചിസ്ഥാനുമൊക്കെ. പഞ്ചാബ് എന്ന് പറയുന്ന സ്റ്റേറ്റ് രണ്ടായിട്ട് കീറിമുറിക്കപ്പെട്ടു. ബംഗാൾ 2 സ്റ്റേറ്റായിട്ട് കീറിമുറിക്കപ്പെട്ടു. ആ കാലത്ത് സംസ്ഥാനങ്ങൾ അങ്ങനെ കീറിമുറിക്കപ്പെട്ടത് മാത്രമല്ല, മനുഷ്യരും കീറിമുറിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് പലായനത്തിൻ്റെ ഫലമായിട്ട്, അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ ഫലമായിട്ട് മരിച്ചു വീണത്. ഇന്ത്യയുടെ എക്കാലത്തെയും നോവും വേദനയും ഒക്കെ ആ വിഭജന കാലത്തെ മരണങ്ങളായിരുന്നു. അങ്ങനെ തീരുമാനമെടുത്ത ബ്രിട്ടീഷുകാർ യഥാർത്ഥത്തിൽ ഇന്ത്യയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനമെടുത്തു. എന്നുവെച്ചാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന വർഗീയതയെ ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദ്വിരാഷ്ട്ര സങ്കല്പം, 2 നേഷൻ കൺസെപ്റ്റ് ബ്രിട്ടീഷുകാർ അവതരിപ്പിച്ചത്. ഈ 2 നേഷൻ കൺസെപ്റ്റ് അവതരിപ്പിക്കുകയും അത് അക്കാലത്തെ ഇന്ത്യൻ നേതൃത്വത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്യുകയും അങ്ങനെ 2 രാഷ്ട്രങ്ങളായിട്ട് അത് മാറ്റം ചെയ്യപ്പെടുകയും നാട്ടുരാജാക്കന്മാർക്ക് മുഴുവൻ നിർദ്ദേശം കൊടുത്തു. നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഇന്ത്യ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കാം. ഇന്ത്യയുടെ കൂടെയോ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കണ്ട എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാം എന്ന് പറഞ്ഞു. അത് ബ്രിട്ടീഷുകാരൻ്റെ ഓഫർ മാത്രമായിരുന്നു. 2 രാഷ്ട്രമായിട്ട് മാറ്റം ചെയ്യപ്പെട്ടപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. വലിയ സൈനിക ശക്തിയായിരുന്ന ഹൈദരാബാദിലെ നിസാം, അത് നമ്മളുടെ ഉരുക്ക് മനുഷ്യനായിട്ടുള്ള പട്ടേൽ ഇന്ത്യൻ പട്ടാളത്തെ കൊണ്ടുവന്ന് നിരപ്പി ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി നമുക്കറിയാം. കാശ്മീരൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രവും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രവും തുല്യ പദവിയിലുള്ള 2 രാഷ്ട്രങ്ങളായിരുന്നു. ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള 2 രാഷ്ട്രങ്ങൾ. അതങ്ങനെ തുടരുകയായിരുന്നു. അങ്ങനെ തുടർന്ന് പല ഘട്ടങ്ങളിലും പാകിസ്ഥാനും നമ്മൾ നല്ല യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. യുദ്ധമെല്ലാം കഴിയുമ്പോൾ വീണ്ടും പഴയ സ്റ്റാറ്റസ് കോയിലേക്ക് 2 രാഷ്ട്രങ്ങൾക്കും പോകാൻ കഴിയുമായിരുന്നു. 2 രാഷ്ട്രങ്ങളും ആ രീതിയിൽ തന്നെ തുല്യ പദവിയുള്ള രാഷ്ട്രങ്ങളായിട്ട് തന്നെ മറ്റ് ലോക രാജ്യങ്ങളുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യുമായിരുന്നു. അതായിരുന്നു ഇതുവരെയുള്ള യുദ്ധാനന്തര ഫലം എന്ന് പറയുന്നതായിരുന്നു. മാറ്റങ്ങളൊന്നുമില്ല. സ്റ്റാറ്റസ് കോയിന് നോ ചേഞ്ച് ഇൻ സ്റ്റാറ്റസ് കോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ പ്രത്യേകത അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഈ പരിപാടി പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ലോകത്തിൻ്റെ മുന്നിൽ വ്യക്തമായി. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു അശുരാഷ്ട്രമാണ്, ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ രാഷ്ട്രമാണ് എന്നുള്ള കാര്യം ഏതാണ്ട് സമ്പൂർണ്ണമായിട്ട് തെളിയിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നുവെച്ചാൽ ഇനി നാളെ മുതൽ എങ്ങനെയാണ് ഇന്ത്യ പാക് റിലേഷൻസ് പോകുന്നത് എന്ന് പരിശോധിച്ചാൽ അതിന് നമുക്ക് കൊടുക്കാവുന്ന ഒരു ബൈലൈൻ ഇതാണ്. അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ വിധേയരാഷ്ട്രമായി മറ്റൊരു രാഷ്ട്രം പ്രവർത്തിക്കുന്ന സമയത്ത് എന്ത് റിലേഷൻസാണ് അവിടെയുള്ളത്. ഒരു സബോർഡിനേറ്റ് നേഷൻ്റെ പവർ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാകിസ്ഥാനുള്ളത്. എന്നുവെച്ചാൽ ഇന്ത്യയുടെ വിധേയ രാഷ്ട്രൻ, എന്നുവെച്ചാൽ ഇന്ത്യയുടെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ രാഷ്ട്രമായിട്ട് പാകിസ്ഥാൻ മാറുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇന്ത്യയുടെ ഒരു അടിമ രാഷ്ട്രം പോലെയോ അല്ലെങ്കിൽ ഒരു അടിയാള രാഷ്ട്രമായിട്ടോ അത് മാറുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് ഇപ്പോൾ കാര്യമായി ചർച്ച ചെയ്യുന്നില്ലെങ്കിലും നാളെ അത് കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടും. കാരണം ഈ യുദ്ധം കഴിഞ്ഞ സമയത്ത് വളരെ വ്യക്തമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോട് അഭിസംബോധന ചെയ്തുകൊണ്ട്, ഇന്ത്യയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം ഇതാണ്. ഈ യുദ്ധം നിർത്തുന്ന സമയത്ത് യുദ്ധം നിർത്താനുള്ള തീരുമാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏകപക്ഷീയമായ തീരുമാനമാണ്. അതിൽ അമേരിക്കക്കാരൻ ഉണ്ട് എന്ന് പറയുന്നത് അവൻ്റെ കളി മാത്രമാണ്. ഞങ്ങളത് അംഗീകരിക്കാനായിട്ട് തയ്യാറല്ല. ഒരു അമേരിക്കക്കാരനും ഇതിനകത്തില്ല, ഒരു
മറ്റൊരു രാഷ്ട്രവും ഇതിൻ്റെ ഇടയിലില്ല. ഇത് ഞങ്ങൾ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. അത് ഇന്ത്യയാണ് തീരുമാനിക്കുന്നത്. ഇന്ത്യ യുദ്ധം നിർത്താനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചു. നാളെ യുദ്ധം തുടരും എന്ന് അതിൻ്റെ പിന്നിൽ അർത്ഥമുണ്ട് എന്നർത്ഥം. എന്നുവെച്ചാൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നിർത്തുന്നു, ഒരു കണ്ടീഷനുമില്ല, അൺകണ്ടീഷണലായിട്ട് യുദ്ധം നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പാകിസ്ഥാനോട് ഞങ്ങൾ പറയുന്നുണ്ട്, ഇനി ഭീകരപ്രവർത്തകരുടെ പ്രവർത്തനത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ ഇനിയും അടിച്ചു തകർത്ത് തരിപ്പണമാക്കും. നിങ്ങൾക്കിപ്പോൾ ജലം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എക്കാലത്തേക്കുമായുള്ള ജലനിഷേധമായി മാറും നിങ്ങൾ ഈ പരിപാടിയായി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന് പകരം നിങ്ങളുടെ ഭീകരവാദ പ്രവർത്തനം നിർത്തുക, പാക് ഒക്കപ്പേഡ് കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടേതാണെന്ന് സമ്മതിക്കുക. അങ്ങനെ എല്ലാം കാര്യങ്ങൾ ചെയ്താൽ പാകിസ്ഥാന് എല്ലാവിധമായിട്ടുള്ള സഹായങ്ങളും ഞങ്ങൾ നൽകും എന്നാണ്. എന്നുവെച്ചാൽ ഇന്ത്യ പറയുന്നത് കേൾക്കുന്ന ഒരു രാഷ്ട്രമായിട്ട്, ഇന്ത്യയുടെ ഒരു സഹോദര രാഷ്ട്രമായിട്ട് വേണമെങ്കിൽ പാകിസ്ഥാൻ പ്രവർത്തിച്ചോ എന്ന് പറയുന്ന രീതിയിലേക്ക് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് കോ മാറി. മിലിറ്ററി പൊസിഷൻ അതാണ്. പാകിസ്ഥാൻ ഒന്നുമല്ല എന്ന് തെളിയിക്കപ്പെടുകയും നമുക്ക് എന്തും പാകിസ്ഥാനെ ചെയ്യാനായിട്ട് കഴിയും എന്ന് പാകിസ്ഥാനെയും അതുപോലെ ലോകത്തെയും ബോധ്യപ്പെടുത്തുകയും ചെയ്ത തരത്തിലേക്ക് മാറി. പാകിസ്ഥാൻ്റെ നാഷണൽ ഹുഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സബോർഡിനേറ്റ് നേഷൻ്റെ പൊസിഷനിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് സ്ട്രാറ്റജിക്കലായിട്ട് മിലിറ്ററി പൊസിഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വലിയ മാറ്റം. ഇതൊരു വലിയ മാറ്റമാണ്. അത് നാളെ ആയിരിക്കും ചിലപ്പോൾ ലോകം ചർച്ച ചെയ്യുക. ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല, ഇനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന ഒരു കാര്യം അതാണ്. പാകിസ്ഥാനും നമ്മളും ഇനി ഈക്വൽ സ്റ്റാറ്റസ് കോയിൽ ഒരു പരിപാടിയും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് അവർ കേൾക്കുക. അങ്ങനെ കേട്ടാൽ മാത്രം അവരെ നമ്മൾ സഹായിക്കുകയും അതുപോലെ തന്നെ അവർക്ക് പ്രോത്സാഹനം, വ്യാപാരമൊക്കെ വേണമെങ്കിൽ പുനരാരംഭിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വ്യാപാരവും യുദ്ധവും ഭീകരപ്രവർത്തനമൊന്നും ഒരുമിച്ച് കൊണ്ട് നടക്കാനൊന്നും പറ്റുന്നില്ല. ഭീകരപ്രവർത്തനം ആദ്യം നിർത്തുക, പിന്നെ യുദ്ധം നിർത്തുക, അതിനുശേഷം നമുക്ക് കച്ചവടം നടത്താം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു മേൽക്കൈ ഇന്ത്യക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. മൂന്നാം ശക്തി എന്നുവെച്ചാൽ ഇതിനകത്തൊരു നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇടനിലക്കാരൻ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ത്യക്ക് ഈ പൊസിഷൻ നേടാൻ കഴിയുമായിരുന്നു. അമേരിക്ക അതിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളാണ് ഈ യുദ്ധം നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പരിപാടികൾ ചെയ്തിരിക്കുന്നത് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നേരത്തെ പറഞ്ഞ വ്യാപാര മേഖലയിലുണ്ടായിരിക്കുന്ന മാറ്റം, അന്താരാഷ്ട്ര ആയുധ കമ്പനികളുടെ ഷെയറിൽ വന്നിരിക്കുന്ന വ്യതിയാനങ്ങൾ, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ റാഫേൽ കമ്പനിയുടെ ഷെയറിൻ്റെ മൂല്യം കുറഞ്ഞു, ചൈനയുടെ ആയുധ ഉൽപ്പാദന കമ്പനിയുടെ മൂല്യം വർദ്ധിച്ചു. ഇതെല്ലാം വീണ്ടും യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന മാറ്റങ്ങളാണ് വ്യാപാര മേഖലയിൽ. ഇതെല്ലാം കണ്ടിട്ടാണ് പെട്ടെന്ന് അമേരിക്ക ഇതിൽ കയറി ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തും. നമ്മളത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറില്ല. നമ്മൾ പറഞ്ഞു ഇല്ല, ഇതിനകത്ത് ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങളും പാകിസ്ഥാനും മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ നമ്മളെ മാന്തി ചൊറിഞ്ഞു, നമ്മൾ നല്ല അടി കൊടുത്ത് പൊരിച്ച് ശരിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ തന്നെ നിർത്തി വെച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. വേറെ ആരും ഇതിൻ്റെ ഇടപെടേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു സബോർഡിനേറ്റ് നേഷൻ്റെ പൊസിഷനിലേക്ക് പാകിസ്ഥാൻ വന്നിരിക്കുന്നു. ഞങ്ങൾ പറയുന്നത് കേൾക്കുന്ന ഒരു രാഷ്ട്രം മാറിയിരിക്കുന്നു. അതാണ് അന്താരാഷ്ട്ര മിലിറ്ററി പൊസിഷനിലെ ഈ യുദ്ധമുണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള ഇമ്പാക്റ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്താരാഷ്ട്ര തലത്തിൽ നാളെ നമ്മൾ ഈ ലോകത്തെ സൈന്യ ശക്തികളുടെ ക്രമീകരണങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ യുദ്ധമുണ്ടാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഇതുവരെ ഈക്വൽ സ്റ്റാറ്റസിൽ നിന്നിരുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനുമെങ്കിൽ നാളെ മുതൽ ആ സ്റ്റാറ്റസ് കോയിൽ വന്നിരിക്കുന്ന മാറ്റം ഇതാണ്. ഇന്ത്യക്ക് കീഴെ നിൽക്കുന്ന ഇന്ത്യയുടെ ഒരു സബോർഡിനേറ്റ് നേഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സമാന്തര അതിൻ്റെ ഒരു സാമന്ത രാഷ്ട്രം എന്ന് നമ്മൾ പഴയ ഭാഷയിലൊക്കെ പറയുന്നത്, നമ്മുടെ നാട്ടുരാജാക്കന്മാരൊക്കെ ബ്രിട്ടീഷുകാരുടെ സാമന്ത രാഷ്ട്രങ്ങളായിട്ട് നിന്നിരുന്നത് പോലെ ഇന്ത്യയുടെ ഒരു സാമന്ത രാഷ്ട്രമായി പാകിസ്ഥാൻ മാറി, പാകിസ്ഥാനെ മാറ്റി. അതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തിൻ്റെ റിസൾട്ട് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും.